Good morning, children. Welcome to our class. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ടീച്ചർ കരുതുന്നു. നമ്മൾ 6-ാം പാഠം ആദ്യത്തെ അംഗം ഈ പാഠം കഴിഞ്ഞ ആഴ്ച പഠിച്ചു. പാഠം എല്ലാവരും ഒരുവിധം കുട്ടികളൊക്കെ വായിച്ചു. ചിലവരൊന്നും നന്നായി വായിച്ചില്ല. അവരെ കൊണ്ട് അടുത്ത ആഴ്ച ടീച്ചർ വായിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതിലെ അർത്ഥം വിപരീത പദം നമ്മൾ പഠിച്ചു. ഇനിയുള്ള പഠന പ്രവർത്തനങ്ങൾ പേജ് നമ്പർ 25 നോക്കാം. പര്യായം എഴുതുക. ആദ്യത്തെ ചോദ്യം, പാഠം പര്യായം. എന്താണ് പാഠം പര്യായം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? പാഠം പര്യായം വയൽ, കേദാരം. പാഠം പര്യായം വയൽ, കേദാരം. കടൽ പര്യായം ആഴി, സാഗരം. കടൽ പര്യായം ആഴി, സാഗരം. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ 2 വാക്കാക്കി എഴുതുക. അടുത്തെത്തി, അടുത്ത് പ്ലസ് എത്തി. ഇതിൽ ഏതക്ഷരമാണ് മാറിയിരിക്കുന്നത്? തേ എന്ന അക്ഷരം മാറി ത് എന്ന താടമുള്ള ചന്ദ്രകലയും തേ എന്നതിൻ്റെ ചിഹ്നമായ ഏടെ ചിഹ്നമായ സ്വരാക്ഷരം, ഏടെ ചിഹ്നത്തിൻ്റെ സ്വരാക്ഷരം ഏതാണ്? എ. എ എന്ന അക്ഷരവും എഴുതി. അതാണ് അതിലെ മാറ്റം. അടുത്ത് പ്ലസ് എത്തി. എ എന്ന സ്വരാക്ഷരവും ചന്ദ്രകലയും. അതാണ് തേ എന്ന കൂട്ടക്ഷരം മാറി വന്നിരിക്കുന്നത്. അടുത്തത്, അംഗമുറപ്പിച്ചു. ഈ വാക്കിനെ എങ്ങനെയാണ് പിരിച്ചെഴുതിയിരിക്കുന്നത്? അംഗം പ്ലസ് ഉറപ്പിച്ചു. ഇതിൽ എവിടെയാണ് മാറ്റം? മു എന്ന അക്ഷരം മാറി. എന്തൊക്കെ മാറി? അംഗം, ഗ കഴിഞ്ഞിട്ട് അം എന്ന ചിഹ്നവും സ്വരചിഹ്നവും ഉ എന്ന സ്വരാക്ഷരവും വന്നു. മു എന്ന അക്ഷരം മാറി അം എന്ന സ്വരചിഹ്നവും ഉ എന്ന സ്വരാക്ഷരവും പുതിയതായിട്ട് വന്നു. ഇതാണ് ഇതിലെ മാറ്റം. അടുത്തത്, ചേർത്തെഴുതുക. വിവരം പ്ലസ് അറിഞ്ഞ. വിവരമറിഞ്ഞ, വിവരമറിഞ്ഞ. അതിലേതക്ഷരമാണ് മാറി വന്നിരിക്കുന്നത്? മ എന്ന അക്ഷരം പുതിയതായിട്ട് വന്നു. അതിലെന്തൊക്കെ പോയി? ചേർത്തെഴുതിയപ്പോൾ അം എന്ന ചിഹ്നം പോയി, ആ എന്ന അക്ഷരവും പോയി. അത് ചേർന്ന് മ എന്ന പുതിയ അക്ഷരം വന്നു. അടുത്തത്, അങ്ങനെ പ്ലസ് ഉള്ള. അത് ചേർത്തെഴുതുമ്പോൾ അങ്ങനെയുള്ള. ഇതിലെന്താണ് മാറ്റം? ഒരു ചെറിയ മാറ്റമുണ്ട്. അങ്ങനെ വരെ ഒരു മാറ്റവും ഇല്ല. പ്ലസ് കഴിഞ്ഞ് ഉള്ള എന്ന വാക്കിൽ ഒരു ഉ എന്ന അക്ഷരം, ഉ എന്ന അക്ഷരം പോയി പുതിയതായിട്ട് യു എന്ന അക്ഷരം വന്നു. അങ്ങനെ പ്ലസ് ഉള്ള എന്നത് ചേർത്ത് എഴുതിയപ്പോൾ അങ്ങനെയുള്ള യു എന്ന പുതിയ അക്ഷരം വന്നു. വേറെ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല. അടുത്തത്, ഒറ്റ വാക്ക് എഴുതുക. വീരനായ യോദ്ധാവ്, വീരയോദ്ധാവ്. നമ്മൾ പാഠം വായിച്ചപ്പോൾ കണ്ടതാണ്. വീരനായ യോദ്ധാവ്, വീരയോദ്ധാവ്. അടുത്തത്, അംഗം വെട്ടുന്നതിനുള്ള തട്ട്, അങ്കത്തട്ട്. അംഗം വെട്ടുന്നതിനുള്ള തട്ട്, അങ്കത്തട്ട്. ഇതെവിടെയാണ് എഴുതേണ്ടത്? ടെക്സ്റ്റ് പുസ്തകത്തിൽ പെൻസിൽ ഉപയോഗിച്ച് വൃത്തിയായി എഴുതുക. അടുത്ത ചോദ്യം, വാക്യത്തിൽ പ്രയോഗിക്കുക. ഇതെവിടെയാണ് എഴുതേണ്ടത്? ഇത് നോട്ട് പുസ്തകത്തിലാണ് എഴുതേണ്ടത്. പാഠം 6 ആദ്യത്തെ അംഗം എന്ന് പേര് എഴുതിയിട്ട് വാക്യത്തിൽ പ്രയോഗിക്കുക എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 7, ഭയന്നു വിറയ്ക്കുക. ആ വാക്ക് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ്, യോജിച്ച സെൻറ്റൻസ് എഴുതുക. ധൈര്യമില്ലാത്തവർ ചെറിയ അപകടങ്ങളിലും ഭയന്നു വിറയ്ക്കാറുണ്ട്. ധൈര്യമില്ലാത്തവർ, ഒട്ടും ധൈര്യമില്ലാത്തവർ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഭയന്നു വിറയ്ക്കാറുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, അവിവേകം.
വിവരക്കേട്, വിവരമില്ലാതെ പെരുമാറുന്നതാണ് അവിവേകം. കാര്യം മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് കോപിക്കുന്നത് അവിവേകമാണ്. കാര്യങ്ങളറിയാതെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാൻ പാടില്ല, അത് അവിവേകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, അടിവരയിട്ടിരിക്കുന്ന വാക്കിനു പകരം അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കു ചേർത്ത് വാക്യം മാറ്റി എഴുതുക. എന്താണ് ചോദ്യം? ചിണ്ടൻ കരുത്തനായ അഭ്യാസിയാണ്. ഇതിൽ ഏത് വാക്കാണ് അടിവരയിട്ടിരിക്കുന്നത്? കരുത്തനായ. അതിന് അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം ഏതാണ്? ശക്തനായ. അപ്പം ഇതെവിടെയാണ് എഴുതേണ്ടത്? അതെങ്ങനെയാണ് എഴുതുക? ചിണ്ടൻ ശക്തനായ അഭ്യാസിയാണ്. ഈ 7ഉം 8ഉം പഠന പ്രവർത്തനങ്ങൾ നമ്മൾ നോട്ട് പുസ്തകത്തിൽ വൃത്തിയായി എഴുതണം. ടെക്സ്റ്റിൽ അത് 8ാമത്തെ പഠന പ്രവർത്തനം എഴുതാൻ സ്ഥലമില്ല. പിന്നെ ബാക്കിയുള്ളത് ടെക്സ്റ്റ് പുസ്തകത്തിൽ പെൻസിൽ ഉപയോഗിച്ച് വൃത്തിയായി എഴുതുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാറ്? ആൻസേഴ്സ് 5 ടൈംസ് എഴുതി പഠിക്കാം. പുതിയ പദങ്ങൾ എഴുതി പഠിക്കാത്തവരും പാഠം വായിക്കാത്തവരുമുണ്ടെങ്കിൽ അത് വേഗം തന്നെ നന്നായി പാഠം വായിക്കുക. അടുത്ത ഗൂഗിൾ മീറ്റിൽ നന്നായി വായിക്കാത്തവരെ കൊണ്ട് വായിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വായിപ്പിക്കും. ആരും തപ്പിപ്പറക്കി വായിക്കണത് ടീച്ചറിൽ നിന്ന് കേൾക്കണ്ട, എല്ലാവരും നന്നായി വായിക്കുക. പിന്നെ അക്ഷരദീപം 2 പേജ് വൃത്തിയായി എഴുതുക. നോട്ട് പുസ്തകത്തിലെ വർക്കുകളും റഫ് പുസ്തകത്തിലെ വർക്കുകളും ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളും പേര് വരുന്ന കുട്ടികൾ ടീച്ചേഴ്സിന് മറക്കാതെ ഫോട്ടോ സെൻഡ് ചെയ്യണം. നല്ല കുട്ടികളായിട്ട് മടി കൂടാതെ കാര്യങ്ങൾ അതത് ആഴ്ചകൾ വരുന്നത് അന്നന്ന് തന്നെ ചെയ്ത് തീർക്കുക. ആ ആഴ്ച തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.